എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മളൊരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിന് പിറകിലായിട്ട് ഇന്ന് ഒരു പെയിൻറ്റിങ് കൂടി ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു നീലാകാശമാണ് വരയ്ക്കുന്നത്. ഇതിനായിട്ട് ബ്ലാക്ക് കളർ നമ്മൾ ഔട്ട്ലൈനായിട്ട് കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇതിന് കട്ടിയുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായി ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുക. ഓരോ കളറും ലെയറായിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവുക. നമ്മളിപ്പോൾ ഡാർക്ക് കളറിൽ നിന്നും ലൈറ്റ് കളറിലേക്കാണ് പോകുന്നത്. ഇനി ഈ ഡാർക്ക് ബ്ലൂവിനെ ഒന്നും കൂടി ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കളർ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ ഒരു വൈറ്റ് ലൈന് നമ്മൾ ഡാർക്കായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്നും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം കട്ടി കൂട്ടാൻ കഴിയുന്നോ അത്രത്തോളം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സ്കൈക്ക് ഭംഗി കൂടും. ഇനി ആ സെൻറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്നും കൂടി വൈറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഈ വരച്ച ഈ സെൻറ്റർ പൊസിഷനിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു ആർച്ച് രൂപത്തിൽ നമ്മൾ ഇതുപോലെ ഗ്രീൻ കളറിൽ ഔട്ട്ലൈൻ കൊടുക്കുക. ഗ്രീനിൻ്റെ കൂടെ ഒരു കാപ്പി കളറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ആ ഒരു നാച്ചുറാലിറ്റി കിട്ടും. ആ ഔട്ട്ലൈൻ മുഴുവൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ബ്ലാക്ക് കളറ് കൊടുത്ത് ഫില്ല് ചെയ്യുക. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം സെൻറ്ററിൽ ഒരു ഗ്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും നൈറ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു നൈറ്റ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാർക്ക് ബ്ലൂ വിത്ത് ബ്ലാക്ക് മിക്സ് ചെയ്തുകൊണ്ട് അവിടെ ഇതുപോലെ കൊടുക്കുക. എന്നാലോ കൂടുതൽ ഡാർക്ക് ആവാനും പാടില്ല. അതിന് മുകളിൽ കുറച്ചും കൂടി ലൈറ്റായിട്ട് കൊടുക്കുക, വീണ്ടും ഡാർക്ക്, പിന്നെയും ലൈറ്റ്, ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് കൊടുക്കുക. ഇനി ഈ ഗ്രീൻ എൻഡിങ്ങിൻ്റെ ലൈനിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് 3 കുളങ്ങൾ വരയ്ക്കാം. ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ ഏറ്റവും ചെറുത്, അങ്ങനെ. ഇനി നമ്മളൊരു മൂണിനെയാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പം മൂണ് വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു പെയിൻറ്റിൻ്റെ മൂടിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വൈറ്റ് കളറാട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബ്ലാക്ക് ലൈനിലൂടെ ഒരു വൈറ്റ് ലൈൻ നമ്മൾ കൊടുക്കുകയാണ് മുകളിലോട്ടേക്ക്. അതായത് ഈ മരത്തിൻ്റെ വേരുകൾ പോലെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നിലാവിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ വേരുകളുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കളർ കൊടുക്കുന്നത്. ഇനി മുകളിലോട്ടേക്ക് ഇതിൻ്റെ കൊമ്പുകളും അതുപോലെ ഇലകളും നമ്മൾ വരയ്ക്കണം. ഈ ഇലകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അത് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യാം. എവിടെയൊക്കെ ഇലകൾ വേണമെന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ബ്ലൂ കളർ ആദ്യം കൊടുക്കുക. ശേഷം മുകളിൽ വൈറ്റ് കളർ കൊണ്ട് ഒന്നും കൂടി സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇനി മരത്തിൻ്റെ വേരുകളുടെ ഭാഗത്ത് ഞാൻ കുറച്ച് പുല്ലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതാദ്യം ഗ്രീൻ കളർ കൊണ്ട് ഞാൻ ആദ്യം പുല്ല് വരയ്ക്കുന്നുണ്ട്.
കണ്ടോ കറക്റ്റായിട്ട് വരുന്നില്ല പുല്ലുകളൊക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് കളറിലൊന്ന് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഗ്രീൻ കളർ കൊടുക്കുക, വീണ്ടും സെയിം. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വീണ്ടും അവിടെയും കൂടി പുല്ല് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഗ്രീൻ കളർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊക്കെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അതിലേക്ക്. ഫ്ലവേഴ്സിനായിട്ട് ഞാനിവിടെ റോസ് കളറാണ് ചൂസ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം മുകളിൽ കുറച്ച് സ്റ്റാറിന് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ ചെറിയ ബ്രഷ് കൊണ്ട് വൈറ്റ് കളറിൽ മുക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കുട്ടിയും കൂടി വന്നപ്പോഴല്ലേ ഈ ഒരു ചിത്രത്തിന് കൂടുതൽ ഭംഗിയായത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്